Hi, hello, welcome to the Ippa Sheriataram presented by Global Education Consultants. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് പിസാറ്റിലാണ്. ഇവിടുത്തെ കുട്ടികൾ ആക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടേക്ക് ഒന്ന് കയറിച്ചില്ല, ആ വൈബ് ഒന്ന് അറിയാം. മേഘം എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു സീനുണ്ട്, ശ്രീനിവാസൻ സാറിൻ്റെ. നമുക്കറിയാം മേഘം എന്ന സിനിമയെ പറ്റി പറയേണ്ട ഫുള്ള് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ തിയേറ്ററിലേക്ക് കയറി വന്നിട്ട് ലൈറ്റ് ഇട എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു സീനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടികളൊന്നും ചെയ്യാൻ പോകുന്നത്. അവർക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനിവാസനാവോ അതല്ല വേറെ എന്തെങ്കിലും ആവുമോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. ആരാധകരെ ശാന്തനായിരിക്കും. ഇപ്പം നമ്മളിന്നുള്ളത് കുന്നംകുളം പിസാറ്റ് കോളേജിലാണ്. ഇനി ഒന്നുകൂടാ, കുറച്ചധികം സഹോദരിമാരുണ്ട്, ചുണക്കുട്ടികളുണ്ട്. ഇവരുടെ ചുണ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇപ്പൊ നമ്മൾ കാണാൻ പോവാണ്. കഥ പറഞ്ഞു തുടങ്ങിയാ പിന്നെ അത് തീർക്കാതെ ഇറങ്ങാൻ പറ്റില്ല. കൊച്ചച്ഛൻ അവിടെ കൊച്ചച്ഛനാണ് പോലും കൊച്ചച്ഛൻ. ഓക്കെ, പേരെന്താ? നീതു. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു? എന്ത് പഠിക്കുന്നു? ഞാൻ ഇവിടെ ബിവോക്കമ്പൽട്ടി തേർഡ് ഇയർ. എന്തിനു പഠിക്കുന്നു? ജീവിക്കാൻ. വേണം നമുക്ക്. സത്യം പറയട്ടെ, കൈക്കൂലി കൊടുത്ത് നിർത്തിയേക്കുന്നവരെ അത് എല്ലാവരും എന്റെ ഫാൻസ്. അതുകൊണ്ട് ഫാൻസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? ടോവിനോ. ആക്ട്രസ് ആരാ? ആക്ട്രസ് കല്യാണി. ഇപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്നേരാ? ചിലപ്പോ അതാണ് കേട്ടത്. പാട്ട് പോകാനോ? പാട്ടിലേക്ക് പോവാം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി നിന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലയായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം. നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം. ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിമനോഹരമായിട്ട് പാടി. അപ്പൊ നമുക്ക് തുടങ്ങാം, നമ്മുടെ പരിപാടി തുടങ്ങാം. ഒരു ഗായികയാണെന്ന് മനസ്സിലായി, നമുക്കിനി എത്രത്തോളം ആക്ട്രസ് ആണെന്ന് നോക്കാം. ഞാനൊരു അവസരം തരാം. ശ്രീനിവാസൻ സാറാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്യാം. അത് വേണോ സ്വന്തമായിട്ട് ചെയ്യണം? പറ. തൽക്കാലം ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പൊ ആ സെലക്ട് ചെയ്യുമ്പോഴേ ചുമ്മാ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണോ? എന്തെങ്കിലും കാരണം ഉണ്ടോ സെലക്ട് ചെയ്യാൻ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. കയ്യടി കണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് പോരട്ടെ. വിളിച്ചോ, പേര് വിളിച്ചോ. ഇഫാൻ നസ്രീൻ. നീ ഇവിടെ വിളമ്പിട്ട് അപ്പുറത്തോട്ട് വരുമല്ലോ, നിനക്കുള്ളത് വയറ് നിറച്ച് ഞാൻ അവിടെ വിളമ്പി തരടാ. എവിടുന്ന് വരുന്നു? എന്താ പഠിക്കുന്നത്? അടിപൊളി. കൂട്ടുകാരി വിളിച്ചിട്ട് നല്ല പണിയൊന്നുമില്ലേ? കൂട്ടുകാരി അടുത്ത ഇടയ്ക്ക് വേറെ പണിയല്ലോ തന്നായിരുന്നോ? ഇല്ല, പേടിക്കണ്ടേ. ഏറ്റവും ലേറ്റസ്റ്റ് നല്ല പണി 2026 ഏറ്റവും നല്ല പണിയാണ് ഇപ്പൊ തരാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. 1 മിനിറ്റ് പറയാൻ പറ്റിയാ ഞാൻ സ്റ്റാർട്ട് പറയാം. 1 മിനിറ്റ് ഒന്നുമല്ല, ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ വെള്ളം കുടിപ്പിക്കുന്നു പറഞ്ഞേ. എനിക്ക് കാണുമ്പോ ദേഷ്യം വരില്ല. എന്നെ കാണുമ്പോഴോ? ഞാനല്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. അങ്ങോട്ട് ചെയ്യങ്ങോട്ട്. ഞാൻ പറഞ്ഞത് സാറ് കേട്ടില്ലല്ലോ. ശരി, എന്നാ സാറ് സംസാളി. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ വിവരക്കേടാ. അത് ശരിയായിക്കോളൂ അല്ലേ? ലേറ്റ് ഇടോ. എന്ത് നല്ല വെട്ടം ഉണ്ടായിട്ടോ ഇങ്ങനെ പറയുന്നേ. ലേറ്റ് ഇടോ. എന്തിനാണ് കൂ വിളിക്കുന്നത്? ലേറ്റ് ഇടോ. എന്തിനാണ് കൂ വിളിക്കുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. ഇതൊക്കെ
നിന്റെ കാല് ഞാൻ പിടിച്ച പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരി പാല. നിനക്കൊക്കെ കോവി തെളിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തെളിക്കാനല്ല. തെളിയാൻ. തെളിക്കാനല്ല, തെളിയാൻ. തെളിയാൻ. ഓക്കെ, നിനക്കൊക്കെ കോവി തെളിയാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെന്താ? പിന്നെന്താ? നിന്നെ ഈ ഏരിയയിൽ കാണുന്നത് പോ, നീ പോ. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് പോലും എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ കൂടി തികയുന്നില്ല. ഞാനൊരു സത്യം പറയട്ടെ, കുന്നംകുളത്ത് ജനിച്ചു എന്നേ ഉള്ളൂ. എന്റെ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിൽ ജനിക്കേണ്ടവനാ. കൈ വരാൻ പറയടാ. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ്. സമ്മതിക്കില്ല അല്ലെ? ഇല്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ച ഞാൻ ഇതൊക്കെ കൂടി കത്തിച്ച് കത്തിക്കും, ഇടിച്ചു പൊളിച്ച് തീയിലിടും. തീയിലിടുന്നല്ല, തീയിടും. ആ, തീയിലിടും. പോയാ അപ്പൊ നീയൊക്കെ എവിടെ പോയി കാണുമെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെയല്ലേ? എവിടെ പോയി കൂന്ന് എനിക്കൊന്ന് കാണണം. കാണണമെന്ന് കൂടണമെന്നല്ല, കൂവുന്നത് കാണണം. കൂന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കോടെ, ബഹുമാനിക്കാൻ ശീലിക്കും. അവസാനം ഒരു ആക്ഷൻ കൂടെ ഉണ്ടല്ലോ, അതെങ്ങനെ? പണം തുടങ്ങും. എന്റെ വേറെയും പല ടെക്നിക്കലുണ്ട്, വേണേ കാണിച്ചു തരാം. വരൂ. വേണ്ട, ഇവരല്പം ഡീസന്റാ, നമുക്ക് അതിലേ പോകാം. അതാ സേ. പേര് പറഞ്ഞു. ശ്രേയ. ശ്രേയ. സ്ഥലം നിങ്ങടങ്ങ്. നമുക്ക് ഇതിലേക്ക് പോയാലോ? അപ്പോ സുന്ദരിയായിട്ടുള്ള ശ്രേയക്കുട്ടി വളരെ ക്യൂട്ടായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പോവാം. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഒന്നുകൂടെ. ഇതിപ്പോ സിനിമ പേര് മാത്രമേ ഉള്ളൂ പവന. വെറുതെ മെനക്കെടാന്നല്ലാതെ കാശും ഇല്ല, ഒരു ഗുണവും ഇല്ല. ലൈറ്റ് ഇടോ. ലൈറ്റ് ഇടോ. എന്തിനാണോ കൂക്കി വിളിക്കണേ? ഇവിടെ ആരെങ്കിലും ചത്തോ? അല്ലാണ്ട് ആരെയും തുണിയിലാണ് നിൽക്കുന്നുണ്ടോ? കുറെ നാളായി തുടങ്ങിയിട്ട് ഇതിലാണ്ട് ഒന്നൊക്കെ അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ, എന്റെ ഫോട്ടോ. എന്റെ ഈശ്വര, ഇത് എന്തൊരു ജന്തുവാ? എന്റെ പേര് സിന്ധുന്ന, ജന്തു എന്നല്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ കൂകി വിളിക്കാനുള്ള, കൂകി വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടാ നീയൊക്കെ ഇതിനൊക്കെ കേറാൻ വേണ്ടി തരുന്ന അക്കപ്പിച്ച കാശ് എനിക്ക് എന്റെ വീട്ടിലെ പശുവിന് പിണ്ണാക്ക് മേടിക്കാൻ പോലും തികയുന്നില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാക്കട്ടെ വെച്ചാൽ അതും സമ്മതിക്കില്ല അല്ലേ? മേലിതാവത്ത് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് തീടും. നീയൊക്കെ എവിടെ പോയി കൂകുന്ന് എനിക്ക് കാണണം. ഓക്കെ, പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണോ? അപ്പൊ ഞാനൊരു ഓപ്ഷൻ തരാം. അടുത്ത ആരെ പൊക്കണം? അവനെ ഒന്ന് നോക്കിക്കോണേ. നീ എന്തോന്ന് നോക്കാൻ എല്ലാം പോയില്ലേ? എന്താ പേര് പറയൂ. റിസ്വാന. നല്ല പേര്. റിസ്വാന ഇവിടെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? MLT പഠിക്കുന്നു. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. സ്ഥലം ഇവിടെ തന്നെ? അല്ല, ഇരുമപ്പെട്ടി. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. ലൈറ്റ് ഇടോ. എന്തിനാണോ കൂവി വിളിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും തുണി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടോ? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. കുറെ നാളായി ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. ഇതില് രണ്ടിലൊന്ന് എനിക്കറിയണം. എന്റെ വസ്ത്രം അങ്ങനല്ല, എന്റെ വസ്ത്രം എന്റെ അവകാശം. അതാണ്. എങ്ങനെയുണ്ട്? എന്റെ കാശ്, എന്റെ കൊട്ടകം, എന്റെ ഫോട്ടോ. ഊതല്ലേ, ചൂടാറും. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവി തെളിക്കാനുള്ളതല്ല. തെളിയാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് മേടിക്കാൻ പോലും തികയില്ല. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് ഉണ്ടാക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഇടിച്ച് പൊളിച്ച് കത്തിച്ച്. പറയാനുള്ളത് ഇപ്പോഴല്ലേ
കുറെ നേരം ഇരുന്ന് പറ. അപ്പോ നിങ്ങൾ ഇവിടെ അപ്പോ നിങ്ങൾ ഇത് ഏത് അപ്പോൾ നിങ്ങൾ കൂവുന്നത് എനിക്കൊന്ന് കാണണം. ശരി എന്നാ നമുക്കൊരു അമേക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങളൊരു പണക്കാരനോടാണെന്ന് നിങ്ങളൊന്ന് പണക്കാരനോട് ബഹുമാനിക്കാൻ പഠിക്കണോ അല്ലേ? പഠിക്കണോ? പഠിക്കണോ? എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എന്താ പേര്? അതുല്യ. 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 അപ്പൊ അതുല്യമായ ഒരു മുത്തിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ മുത്ത് ഓരോ കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാണല്ലേ? ഏതിൽ പഠിക്കുന്നു? MLT BVOC ആണ്. ഇവിടെ തന്നെ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ലൈറ്റ് ഇടടാ. ലൈറ്റ് അല്ല, ലൈറ്റ്. നല്ല കാര്യമുണ്ട് എനിക്ക്. ലൈറ്റ് ഇടടാ. എന്തിനാടാ കൂവി വിളിക്കുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? അതോ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? കുറെ നാളായി സഹിക്കുന്നു. ഈ ഉള്ളവനെ മനസമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ലേ ഈശ്വര? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിങ്ങൾക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച കാശ് കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. നീയൊക്കെ ഇതിലൊക്കെ കേറാൻ വേണ്ടി തരുന്ന കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ പോലും തികയുന്നില്ല. പിണ്ണാക്ക്. നാട്ടുകാരല്ലേ, കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കില്ലല്ലേ? നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ. മേലിൽ ഇത് ആവർത്തിച്ച ഞാനിതൊക്കെ കൂടി ഇടിച്ചു പൊളിച്ച് തീയിടും. അപ്പൊ നിങ്ങൾ എവിടെ പോയി കൂമെന്ന് നോക്കാലോ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ, ബഹുമാനിക്കാൻ ശീലിക്കും. പടം തുടങ്ങി. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. നമ്യ കൃഷ്ണ. ഇവിടെ എന്നിട്ട് പഠിക്കുന്നു? MLT BVOC MLT. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? പോലെ ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ വരട്ടെ. നോക്കാം. കരളിലെ മലിനതകൾ ഉതിരും ഒരു അളികുലം ഇളകിയ കുളിരളാകം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ. 3, 2, 1 സ്റ്റാർട്ട്. ലൈറ്റ് ഇടടോ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. എന്തിനാണോ കൂവി വിളിക്കുന്നത്? നിങ്ങളുടെ ആരെങ്കിലും ചത്തോ? അല്ലെങ്കിൽ ഇവിടെ വല്ലൊരു തുണി അയച്ചിട്ട് ഇരിക്കുന്നുണ്ടോ? എന്റെ പുഷ്പാങ്കത, നിന്റെ അധോഗതി, നീ വഴിയാധാരം തന്നെ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇനി എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവി തെളിയിക്കാൻ വേണ്ടിയല്ല ഞാനിതിവിടെ ഉണ്ടാക്കി നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയവരോട് പറയാൻ പറ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നിനക്കൊക്കെ ഇതിന്റെ അകത്ത് കയറാൻ വേണ്ടി ചെലവഴിച്ച നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് മേടിക്കാൻ പോലും പശുക്കൾക്കല്ല, പശുക്കൾക്ക്. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. പറയും. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇനി ആവർത്തിച്ചാൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് ഞാൻ തീയിടും. അപ്പൊ പിന്നെ ഇനി എങ്ങനെ കൂവുന്നു എനിക്കൊന്ന് കാണണം. സമാധാനമായി. പണക്കാരെ ബഹുമാനിക്കാൻ ശീലിക്കടാ. ബഹുമാനിക്കാൻ ശീലിക്ക്. ശരിയാണല്ലോ, കൊള്ളാം. എവിടുന്ന് വരുന്നു? എല്ലാം പേര് വെറൈറ്റി പേരുകളാണ്. BVOC MLT. നമുക്ക് ഡയലോഗിലേക്ക് പോവാം. 3, 2, 1 സ്റ്റാർട്ട്. ലൈറ്റ് ഇടടാ. നീയൊക്കെ എന്തിനാണ് കൂവി വിളിച്ചിരിക്കുന്നത്? നിന്റെ ഒക്കെ വല്ലവരും ചത്തോ? അത് അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും തുണി അടിച്ചിരിക്കുന്നുണ്ടോ? ടീച്ചർ, അവ യൂട്യൂബ് മിട്ടിന്ന് சொல்றான். അയ്യോ മദർ, അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന്. തുണിയില്ലാതെ നിൽക്കുന്നുണ്ട്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ ഫോട്ടോ, എന്റെ കൊട്ട, എന്റെ ഫോട്ടോ. എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നീയൊക്കെ ഇതിനകത്തൊക്കെ കൂവി തെളിയാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. കൂടുതൽ താങ്ങാതെ തമ്പി. നീ
നീയൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ പോലും അവർക്ക് നല്ലോണം പറ്റുന്നുണ്ടല്ലോ. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ ഇടിച്ച് ഞാൻ പൊളിച്ച് തീയിലിടും. ഇടും. അപ്പുകുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. ഇനി എവിടെ പോയി നീ കൂവുമെന്ന് എനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കട, ബഹുമാനിക്കാൻ ശീലിക്കേ. ഞാന് മണികണ്ഠേശ്വരം. പാട്ട് പാടും? ഇല്ല, പാട്ട് പാടത്തില്ല. അപ്പൊ നമുക്ക് ഡയലോഗിലേക്ക് പോവാം. വേണ്ട. കുരുവി കുരുവി. 3, 2, 1 സ്റ്റാർട്ട്. ലൈറ്റ് ഇടടോ. എന്തിനാടോ ഇവിടെ കൂവി വിളിക്കുന്നത്? നിന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? അതോ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? രോഗി ഛർദിച്ചതും പാല്, വൈദ്യൻ ഛർദിച്ചതും പാല്, ശരിയല്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. എന്റെ കേസ്, എന്റെ കൊട്ടക. എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കേറി നിറങ്ങാൻ വേണ്ടി. അവന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണല്ലോ. നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല ഇത്. നിനക്കൊക്കെ കേറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച ക്യാഷ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ പോലും തികയുകയില്ല. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കൂല. ഇനി ഇത് ആവർത്തിച്ചാൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് ഞാൻ തീയിടും. പിന്നെ നീയൊക്കെ എവിടെ പോയിട്ട് കൂമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ. ധൈര്യം തന്നെ. ആ നീതു നമ്മൾ തുടക്കത്തിൽ വിളിച്ചിട്ട് നീതു പാട്ട് പാടി കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോയതാ. ഓക്കേ, your time starts now. ലൈറ്റ് ഇട്രാ. ഒരു മിനിറ്റ്. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ലൈറ്റ് ഇട്രാ. എന്തിനാടാ കൂവി വിളിക്കുന്നത്? നിങ്ങൾ വല്ലവരുടെ ചത്തോ? അതാരെങ്കിലും തുണിയില്ലാതെ നടക്കുന്നുണ്ടോ? കുറെ നാളായി തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. നിനക്കൊക്കെ കൂവി തെളിയാനല്ല ഞാൻ അതോടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ തരുന്ന നക്കാപ്പിച്ച്. അയ്യോ സോറി. ഭയങ്കര സാധനമാണ്. വന്നപ്പോ തൊട്ട് നമുക്കിട്ട് പണി തരുമോ? എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്ക് കൂവി തെളിയാനല്ല ഞാൻ അതോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങിക്കാൻ പോലും തികയില്ല. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടാക്കിയിട്ടേ വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല അല്ലേ? கடவுளே, நான் என்னமெல்லாம் கேட்க வேண்டி இருக்கு. மேல இருந்து நீ இதெல்லாம் பார்க்கவில்லையா? നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ വെച്ച് കഴിഞ്ഞാ വെച്ചാ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞ് ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് ഞാൻ തീയിലിടും. പിന്നെ നീ എവിടൊക്കെ പോയിട്ട് കൂവെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ പഠിക്കണോ, ബഹുമാനിക്കാൻ ശീലിക്കണോ, ബഹുമാനിക്കാൻ ശീലിക്കേ. സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. എന്താണ് മക്കളെ പേര്? ഫാത്തിമ ഷെറിൻ. എവിടെ നിന്ന് വരുന്നു? പട്ടാമ്പി. പട്ടാമ്പിന്ന് വരുന്നു. കുറച്ച് ദൂരമല്ലേ അത്? ഇവിടെ നിന്നാ പഠിക്കുന്നത്? അല്ല, പോയി. അപ്പൊ ഇതിന് വിടാനും പറയാൻ നേരല്ലേ? ടൈം സ്റ്റാർട്ട്സ് നൗ. ലൈറ്റ് ഇടറോ. എന്നോടല്ല പറയേണ്ടത്. എന്തിനാണോ കൂ വിളിക്കുന്നത്? നിങ്ങൾ വല്ലതും ചത്തോ? അതോ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? എനിക്കിതൊന്ന് എനിക്ക് കുറെ പറഞ്ഞു, ധൈര്യമായി പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല. കുറെ ഇത് തുടങ്ങിയിട്ട്. ഞാൻ അങ്ങോട്ട് പറയേണ്ട ഡയലോഗല്ലേ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിങ്ങൾക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കയറി കാണാൻ വേണ്ടി. ഈ ഗുണാപ്പന്മാരൊക്കെ കൂടി എന്നെ മാനം കെടുത്തും. ഇവിടെ കയറി കാണാൻ വേണ്ടി കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് എന്റെ വീട്ടിലെ പശുവിന് ഒരു പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ പോലും തികയുന്നില്ല. നാട്ടുകാർക്ക് കലാബോധം ഉണ്ടാവാൻ വേണ്ടിയാണ്. കലാബോധം ഉണ്ടായി നിങ്ങൾ സമ്മതിക്കില്ല. വിശാല മനസ്സുള്ള ഒരാളായിരുന്നല്ലേ ഇയാള്. മേലാൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് തീയിടും. അപ്പോ നീയൊക്കെ എവിടെ പോയിട്ടാണ് കൂവാന്ന് എനിക്കൊന്ന് കാണണം. പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ, ബഹുമാനിക്കാൻ ശീലിക്ക്. കോമഡിക്കാരാ. സെബീന എന്താ പഠിക്കുന്നത്? ബിവോക് ഒപ്റ്റോമെട്രി സെക്കൻഡ് ഇയർ. ഒപ്റ്റോമെട്രി കണ്ണിന്റെ ഇതല്ലേ? ആണ്. എന്റെ കണ്ണിൽ എത്ര പവർ ഉണ്ടെന്ന് പറയാമോ? അങ്ങനെ നോക്കി. എന്റെ കണ്ണിൽ എത്ര പവർ ഉണ്ടോ അറിയത്തില്ല, പക്ഷെ എന്റെ കണ്ണിൽ നല്ല പവർ ആണല്ലേ. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ?
ഉമ്മറുട്ടേക്ക് അങ്ങനത്തെ ഒരു വർത്താനോ എന്തേ ഒരു സിനിമ ഡയലോഗ് പറഞ്ഞാലോ? ഇല്ല. പറ്റത്തില്ല. അത് പറയാനല്ലേ വന്നേക്കുന്നത്. ഇങ്ങോട്ട് വാങ്ങോട്ട് പറയണോ അത്. Your time starts now. ലൈറ്റ് ഇടറോ? അയ്യോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ലൈറ്റിന് തന്നെ അങ്ങ് വിഷമം വരും. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ലൈറ്റ് ഇടറോ? നിങ്ങൾ എന്തിനാ ഇവിടെ കൂകി വിളിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ചത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടോ? കുറെ നാളായി തുടങ്ങിയിട്ട്. എനിക്കിത് ഇവിടെ രണ്ടിലൊന്നും അറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിങ്ങൾക്കൊക്കെ ഇവിടെ കൂകി തെളിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ കാശ് ചെലവാക്കിയത്. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. നിങ്ങളൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശോണ്ട് എന്റെ വീട്ടിൽ പശുവിന് പുല്ല് മേടിക്കാൻ പോലും തികയില്ല. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അതിന് സമ്മതിക്കില്ല. ഇനി മേലെ ഇത് ആവർത്തിച്ചാല് ഇടിച്ചു പൊളിച്ച് കത്തിച്ച് കളയും. സത്യത്തിൽ എന്താണ് സ്വാമി ഇവിടെ നടക്കുന്നത്? പിന്നെ നിങ്ങൾ എവിടെ പോയിട്ട് കൂവുക? പണക്കാരനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. ബഹുമാനിക്കാൻ പേരെന്തായിരുന്നു? സെബീന. God, there we go again. What's wrong with these people? പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണം. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നീ അത് നടത്തുകയും നിനക്ക് അതിന് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇതിനകത്ത് ഒരാളെ വിന്നറിന് സെലക്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. അത്രയ്ക്ക് ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. പക്ഷേ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിഫ നസ്രിൻ എവിടെ? അപ്പോൾ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉപഹാരം പിടിക്കൂ. ഓരോ ബൈറ്റിലും ടേസ്റ്റും ഓരോ ബൈറ്റിലും ടെസ്റ്റുമായി കേരളത്തിലെ പ്രീമിയം പലഹാരങ്ങളുമായിട്ട് ലഷ്. അടുത്തതായിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു പാട്ടും കൂടെ പാടിത്തന്നു. അപ്പം നീതുവിനെ വിളിക്കാം. ഇപ്പൊ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കേരനാട് ശുദ്ധമായ കരിക്കിൻ വെള്ളം. അടുത്തായിട്ട് ഒരാൾ കൂടെ അതുല്യമായ ഒരു പ്രകടനം കാഴ്ചവെച്ച അതുല്യ. യെസ്. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വക ഒരു ഉപഹാരം. പിടിക്കൂ. നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഉപഹാരം. ആരാധകരെ ശാന്തരാകൂ. സബീന വരൂ. യെസ്. ദാണ്ടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വക ഒരു ഗിഫ്റ്റ്. പിടിക്കൂ. നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ് കൂടെ. പിസാറ്റ് കോളേജിന്റെ ക്യാമ്പസിന്റെ ആ ഒരു പവർ തീരുന്നില്ല. വൈബുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ഇറ്റ്സ് മീ അൽത്താഫ്. ബൈ.